നായയുടെ ശരീരം മൊത്തത്തിൽ നജസല്ല. ശറഅ് അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല, അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിലും. മറിച്ച് നായയുടെ നജസ് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ഉമിനീരാണ്, അതേപോലെ തന്നെ അതിൻ്റെ മൂത്രമാണ്, അതിൻ്റെ വിയർപ്പാണ്, അതിൻ്റെ രക്തമാണ്. അതല്ലാത്ത അതിൻ്റെ തൊലികളോ മറ്റു ഭാഗങ്ങളോ നജസല്ല. അവിടെ തൊട്ടാലും ആ ഭാഗം നായ നമ്മുടെ ദേഹത്ത് വന്ന് തൊട്ടാലും നമ്മൾ അതിനെ തൊട്ടാലും അവിടെ കഴുകേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല. അതിനുള്ള തെളിവ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ കാര്യം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു നായ നിങ്ങളുടെ പാത്രത്തിൽ തലയിട്ടാൽ ആ പാത്രത്തെ ശുദ്ധിയാക്കേണ്ടത് 7 തവണ കഴുകിക്കൊണ്ടാണ്. അതിൽ ആദ്യത്തേത് മണ്ണുകൊണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞത് ഇദാ വലഗ ഫീഹിൽ കൽബു, നായ തലയിട്ടാൽ എന്നാണ്. അഥവാ നായ നക്കുകയോ അതിന്റെ ഉമിനീരാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞില്ല ആ നായ കയറി വന്ന ഭാഗങ്ങളൊക്കെ കഴുകണം എന്ന് പറഞ്ഞില്ല. നായയുടെ ശരീരം